അപ്പോൾ ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി 3-ലെ പ്രാക്ടീസ് മൂഡാണ്. ഇത് കഴിഞ്ഞിട്ട് വേറെ വേറെ മൂഡ്സ് ഞാൻ കളിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കളിക്കാം. സ്ലൻഡറിന് ഇല്ല അതിൽ. അപ്പോൾ നമുക്ക് കളിക്കാം. ഇത് കളി സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർട്ടാവും. ഇനി സ്ലൻഡറിനയുടെ ഇട്ടിട്ടുള്ള കളി ഞാൻ കളിക്കുന്നതായിരിക്കും. അതിൽ ചിലപ്പോൾ ഞാൻ ഫെയിലാവും, ചിലപ്പോൾ ഞാൻ ജയിക്കും. ഇതിൽ നമ്മൾ എന്തായാലും ജയിക്കും. 100% ഉറപ്പാണ്. ഇത് നമ്മൾ എന്ത് അസ്തമിക്കാൻ കിടക്കുന്നത് ഞാൻ അസ്തമിക്കാൻ്റെ അടുത്ത് പോകുന്നുണ്ട്. കേരള പറഞ്ഞു പോവാണ്. ഒന്നുമില്ല. നമുക്ക് ആദ്യം അടുക്കളയിൽ പോയി എക്സ്പ്ലോർ ചെയ്യാം. അടുക്കള മെയിനാ. അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടാതിരിക്കത്തില്ല. ചില സമയത്ത് ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് നോക്കുന്നത്. ലിഫ്റ്റ് കയറി പോവാം. ഇലക്ട്രിസിറ്റി ഇല്ല. വെപ്പൺ കിട്ടി, ഫയർവുഡ് കിട്ടി. ആ കാക്കേനെ നമുക്ക് പറപ്പിക്കാനുള്ള ഐഡിയ. നമുക്കിപ്പോൾ പോയി പ്ലാന്റ് വെച്ചിട്ട് അവിടെ എന്താണല്ലേ നോക്കാം. അത് കഴിഞ്ഞ് വന്ന് ഫയർവുഡ് എടുത്തുകൊണ്ടേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെപ്പണിക്ക് നമുക്ക് കുറച്ച് കല്ല് പറിക്കും. ക്ലോബാർ എടുത്ത് അതൊക്കെ തുറന്നു ആഴ്ക്കെല്ലാം ഒന്ന് തുറന്നു നോക്കിയിട്ട് പോവാം. പാഡ്ലോക്ക് കിട്ടി. നമുക്ക് നേരെ മേലോട്ട് വിടാം. ഒരു ഉണ്ട്. നമ്മൾ സൂക്ഷിക്കാൻ വയ്യ. ഇവിടെ നമുക്ക് വീൽ ക്രാങ്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എടുത്തോണ്ട് പോകാം. നമുക്കുണ്ട് ഇവിടെ. ഇതിനകത്തൊന്നും കിട്ടാനേ സാധിക്കും. ഫസ്റ്റ് കളിക്കാം. ഇവിടെയൊക്കെ ചിലപ്പോൾ റെഡി കിട്ടി.
വീടുകൊണ്ട് ഈ സിലിണ്ടറിനൊക്കെ കൊടുക്കണം. കാക്കയുടെ അടുത്ത് എന്താണെന്നും കൂടി നോക്കാം. ആ സമയം കാക്കേൻ്റെ അടുത്ത് എല്ലാം ഉണ്ടോയെന്ന്. കാക്കമാമൻ വേണ്ടിയിരിക്കുന്നു. കാക്കനെ ഒഴിപ്പിക്കാനുള്ള സാധനം കിട്ടുന്നുണ്ട്. ഷെഡിക്ക് നമ്മുടെ കാക്കമാമൻ്റെ അടുത്ത് നമുക്ക് സിലിണ്ടറിനൊക്കെ ഇതിലേക്ക് എടുക്കാം. വില കൊടുത്ത് എന്നിട്ട് പോകാം. എടുക്കാനും പറ്റുന്നില്ല. കിട്ടി. നമുക്ക് ഇങ്ങനെ എടുക്കാം. നമുക്ക് സാധാ മതിയാവും. സെക്കൻഡ് ഫ്ലോറിലെ അതിൻ്റെ പരിപാടി താത്തിക്ക് അടി ഉണ്ടായില്ല. നേരെ അടിയിലെത്തുക. നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം മാറി ഇവിടെ അല്ല, ഇപ്പുറത്തെ ഇവിടെയാണ് നമ്മളെ സേഫ് കീൻ്റെ ആപ്ലിക്കേഷൻ. സേഫ് ഇടാം. ട്രെയിൻ കിട്ടി. നമുക്ക് താത്ത് പോകണം. ഫയർവുഡ് കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യണം. നേരെ അടുക്കളയ്ക്ക് വിടാം. അടുക്കളയ്ക്ക് വെച്ച് അല്ല, ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? ഇതിൻ്റെ അകത്തൊന്നും കയറിയിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കൂടെ ഇറങ്ങാനും പറ്റും. പക്ഷെ ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. അപ്പം നീക്കുന്നു, പോകുന്നു. ഫയർവുഡ് എവിടെ? ഫയർവുഡേ വടമുനെ. ഇനി ഇവനെ കൊണ്ടുപോയി അവിടെ പ്ലേസ് ചെയ്തിട്ട് വേണം മാച്ച് ബോക്സ് വന്നെടുക്കാൻ. മാച്ച് ബോക്സ് ഇവിടെ കിട്ടിയത് അതുകൊണ്ട് എളുപ്പം ഇങ്ങനെ വരുന്ന. കാക്കേനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷെഡിക്ക് കിട്ടും. ഇതേണ്ട് മാച്ച് സ്റ്റിക്ക്. അതെടുത്ത് ഇനി കൊണ്ടുപോയി വെക്കണം. അത് കഴിഞ്ഞ് ഷെഡിക്ക് എടുക്കണം. എന്നിട്ട് താത്ത് ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ കുറേ ഷെഡിക്ക് എടുത്തുള്ള കുറേ പരിപാടി ഉണ്ട്. ചിലപ്പോൾ അവിടെ വല്ലതും ഉണ്ടാവും. ഈ കാക്കട മുട്ടിൽ തീയായി ഉണ്ടാവും. നമുക്ക് പോയി കാക്കട മുട്ടത്തെ തീന്ന് എന്ത് കിട്ടും എന്ന് നോക്കാം. കക്കേ കൂടെ എവിടെ? വീട്ടിനകത്ത് ഷെഡ്ക്കുണ്ട്. എന്തോ ഗ്ലിച്ച് മാതിരി എന്തോ അടിച്ചു പോയി. ഷെഡിക്ക് ഇവിടുന്ന് നല്ല സ്മൂത്തായി നോക്കാം. വൈകി രക്ഷപ്പെട്ടു. ഇനി പോയി ഷെഡിക്ക് അതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. നമുക്ക് വെപ്പൺ കീ കിട്ടിയെന്നല്ലോ. ഇനി അടുത്ത് പോയി വെപ്പൺ കീ ചെയ്യണം. വെപ്പൺ കീൻ്റെ കാര്യം ട്രെയിനിൻ്റെ ആക്സിലേറ്റർ കിട്ടി. പിന്നെ ഇതും കിട്ടി. ട്രെയിനിൻ്റെ ആക്സിലേറ്ററും ട്രെയിൻ കീയും കിട്ടി. മറ്റേ ഇലക്ട്രിക് സ്വിച്ച് ഉണ്ടല്ലോ, അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ട്രെയിൻ എസ്കേപ്പ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ വല്ല എസ്കേപ്പ് ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഷെഡിക്കിൻ്റെ ആവശ്യം
എനിക്ക് ഷെൽ ഇതൊന്നല്ല കിട്ടിയത്. നമുക്ക് പോയി വെപ്പൺ കീ എടുത്ത് ഇതാക്കാം. അതിൻ്റെ പരിപാടി നോക്കാം. ഇനി നമുക്ക് ക്ലോ ബാർ കിട്ടും. അപ്പം ഇന്ന് ഒന്നെങ്കിൽ കോക്കനട്ട് ഇട്ടു, അല്ലെങ്കിൽ നമ്മളെ ജനറേറ്റർ കേബിൾ ഇട്ടു. ഏതെങ്കിലും ഒന്ന് കിട്ടും എന്തായാലും. അത് സുഖ. ഇതിൻ്റെ അകത്ത് പാഡ്ലോക്കി ഉണ്ട്. വെപ്പണിക്കിൻ്റെ ഇത് വെപ്പണ് കിട്ടി. ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് പോകുന്നേ. നേരെ പോയി അടി പോയി അത് പൊട്ടിക്കാം. പാഡ്ലോക്ക് കിട്ടി. ഇതിൻ്റെ അകത്ത് എന്താ ഫ്യൂസ് കിട്ടി. ഇനി ജനറേറ്റർ കേബിൾ ഇതൊന്നും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡോർ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഗായ്സ് നമ്മൾ ഗേറ്റ് എസ്കേപ്പ് അല്ലെങ്കിൽ ഡോർ എസ്കേപ്പ് എന്ന് പറയാം. ആ എസ്കേപ്പാണ് നമ്മൾ ചെയ്യാൻ പോണത്. നമുക്ക് അതിന് വേണ്ടിയുള്ള സാധനം മൊത്തം കിട്ടിയിട്ടുണ്ട്. പിന്നത്തെ വാതിൽ തുറക്കണ്ട. ഇനി പോയിട്ട് എന്ത് അങ്ങനെ പോയി ജനറേറ്ററിന് കേബിൾ ഇട്ടു. ഇവിടെ ജനറേറ്റർ കേബിളിൻ്റെ സാധനം. അതിന് സ്വിച്ച് ഇലക്ട്രിസിറ്റി കിട്ടി. നമുക്ക് ഫ്യൂസ് എടുക്കുക. വെയിൽ ടാങ്ക് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പ്രാക്ടീസ് എസ്കേപ്പ് ചെയ്യണം വേണ്ടെന്നുള്ള കാര്യം പറയണം. അപ്പം നമ്മൾ പ്രാക്ടീസ് മോഡിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈസി മോഡ് ചെയ്യും. പിന്നെ ഹാർഡ് നോക്കും. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പക്ഷേ നോർമലും കളിക്കും. ഈസിയിലും നോർമലിലും ജയിക്കാൻ സാധ്യത ഉള്ളൂ. ബാക്കിയുള്ളവരൊന്നും ജയിക്കാൻ സാധ്യത തീരെ കുറവാണ്. ഞാൻ വെറുതെ ഒരു മനസുഖത്തിന് ഈ ഉണ്ടേണ്ടി കളയാം. ഈ സാധനത്തിന് മാറി അടിക്കണം. എന്നാലേ പൊട്ടും. ഫ്യൂസ് കിട്ടി ഗൈസ്. നമുക്ക് പോയി ഫ്യൂസ് വെക്കാം. കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ പരിപാടി അവസാനിക്കും. ഫ്യൂസ് കൊണ്ടുപോയി വെക്കുന്നു, കാത്തിറങ്ങുന്നു, പിന്നെ ഓടിപ്പോയി രക്ഷപ്പെടുന്നു. അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല.
പോവാം. വെറുതെ നിന്നെ പോകുന്നേ. നേരെ വിടുന്നു, രക്ഷപ്പെടുന്നു. അത്രയുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. സ്ലെൻഡറിനെ ടീമിൻ്റെ സ്ലെൻഡറിനെ വന്നല്ലോ. അപ്പോൾ ഗൈസ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും ബൈ ബൈ.